ഏകദേശം 9 മണിക്കൂറിലേറെ പറക്കേണ്ട ഒരു വിമാനമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 9 മണിക്കൂർ നിർത്താതെ പറക്കുന്ന ഒരു വിമാനത്തിൽ അതനുസരിച്ചുള്ള ഇന്ധനക്ഷമതയും ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പൊട്ടിത്തെറി 600 മീറ്ററിന് മുകളിൽ വെച്ച് തന്നെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമ്പോൾ എത്ര ഭയാനക അല്ലെങ്കിൽ എത്ര ഭീമമായിട്ടുള്ള ഒരു തീ ആയിരിക്കും അതിൽ ഉണ്ടാവുക എന്നത് നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ എത്ര പേർ ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുകയാണ്. 100 പേരോളം മരണപ്പെട്ടു എന്നുള്ള ഒരു സ്ഥിരീകരിക്കാനാകാത്ത വിവരം അല്പസമയം മുൻപ് പുറത്തു വന്നിരുന്നു. പക്ഷേ അത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരും വ്യോമയാന മന്ത്രാലയവുമാണ് ഒരു വിശദീകരണം നൽകേണ്ടത്. എന്തായാലും ഈ പൈലറ്റിന്റെ മേഡേ കോൾ വന്നതിന് വിത്തിൻ സെക്കൻഡ്സിന് ശേഷമാണ് ഇത്തരത്തിലുള്ള വലിയൊരു എക്സ്പോഷൻ ഉണ്ടാവുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ സ്ഥിരീകരണം വരുത്തേണ്ടത് വിമാന കമ്പനിയാണ്. എന്താണ് ഇന്നലെ ഒരു സാങ്കേതിക തകരാർ എന്താണ്, അല്ലെങ്കിൽ സാങ്കേതിക പിഴവ് എന്താണ്, ഈ പൈലറ്റിന്റെ ഭാഗത്തു നിന്നാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാണോ ഉണ്ടായത് എന്നുള്ളത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടത്. എന്തായാലും 8200 അതുപോലെ 11000 മണിക്കൂറുകൾ പറത്തി അത്തരത്തിൽ വളരെ വലിയ രീതിയിൽ പരിചയ സമ്പന്നരായ 2 പൈലറ്റുമാരാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ പൈലറ്റിന്റെ അവസാന സന്ദേശം എന്ന് പറയുന്നത് അടിയന്തര ലാൻഡിംഗ് തേടിക്കൊണ്ടുള്ള സന്ദേശം തന്നെയായിരുന്നു.